ഈ മാറുന്ന കാലത്തെക്കുറിച്ച് ഒരുപക്ഷെ കാലത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു അക്കാഡമീഷ്യൻ എന്ന നിലയിൽ സർവോപരി വളരെ സൂക്ഷ്മമായി ചരിത്രത്തിൻ്റെ കാലത്തിൻ്റെ മാറ്റത്തെ ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ കൂടി അങ്ങയോട് ഇന്ന് സംസാരിക്കാൻ എനിക്ക് പതിവ് വിട്ട് ഒരു ട്രാക്കിൽ നമുക്ക് സാറിനെ കിട്ടിയതുകൊണ്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അതിലൊന്ന് പ്രധാനപ്പെട്ട കാര്യം, മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മുടെ ജനാധിപത്യം മാറുന്നുണ്ടോ? മാറുന്ന കാലം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് സാറിൻ്റെ കാഷ്വൽ ടോക്കിൽ നമ്മൾ സംസാരിച്ച പോലെ ഞാൻ ഈയിടെ കണ്ടത് ഭൂമിയിൽ ഏറ്റവും ഒടുവിലുണ്ടായ മതം സിന്തീസം എന്നൊരു മതമാണത്രേ. സ്വീഡനിലാണ് ഒരു അലക്സാണ്ടർ ബാർഡ് എന്ന് പറയുന്നത്. അയാൾ പറയുന്നത് വെച്ചാൽ ഇൻ്റർനെറ്റാണ് എൻ്റെ ദൈവം, ഇൻ്റർനെറ്റാണ് ദൈവം. അദ്ദേഹത്തിന് ന്യായമുണ്ട്. ഇൻ്റർനെറ്റ് ഈസ് ഓംനിപൊട്ടൻറ്റ്, ഓംനിപ്രസൻറ്റ്, ഓംനിപൊട്ടൻറ്റ്. എന്താണ് ദൈവം സർവശക്തനാണ്, ഇൻ്റർനെറ്റും സർവശക്തനാണ്, ദൈവം സർവ്വവ്യാപിയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ഇൻ്റർനെറ്റിൽ ആരോപിക്കുന്ന ഒരു സംഗീതജ്ഞനാണ് അദ്ദേഹം. വളരെ അപ്പോൾ ഇങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ പൊതുജീവിതത്തിന് ജനാധിപത്യത്തിൻ്റെ ഏതെല്ലാം കൈവഴികളിൽ, ഏതെല്ലാം സ്ഥാപനങ്ങളിൽ പൊതുജീവിതത്തോട് കാണിക്കേണ്ട പുതിയ ഫ്രെയിം, അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല, ആരും പറയാറുമില്ല സാർ. രാഷ്ട്രീയക്കാർക്ക് പോലും പറയാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അവരിൽ നിന്ന് പുതുതായിട്ടൊന്നും കേൾക്കാനുമില്ല ഈ കോലാഹലങ്ങളല്ലാതെ. ഇതിനിടയിൽ സാറിനെ പോലെ ഒരു രാഷ്ട്രീയക്കാരൻ, സാറിന് അക്കാഡമിഷ്യൻ ടേൺഡ് പൊളിറ്റീഷ്യൻ എന്നൊക്കെ പറയാവുന്ന ആക്സിഡൻ്റൽ ഇൻട്രൂഡർ ടു പൊളിറ്റിക്സ്. അയ്യോ നന്നായി സാർ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ ഇത് മുഴുവൻ ഈ ബാസ്റ്റാർഡ്സിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറുമല്ലേ പൊളിറ്റിക്സ്. അപ്പോൾ തീർച്ചയായിട്ടും സാർ എങ്ങനെയാണ് ആ വിഷയത്തെ ഞങ്ങളെപ്പോലുള്ളവർ കണ്ടേ? അല്ല, ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ ചക്രത്തിന് ശേഷം ലോകത്ത് ഇത്രയേറെ സ്വാധീനിച്ച, മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തം ഇൻ്റർനെറ്റ് പോലെ വേറൊന്നുമില്ല. ഇൻ്റർനെറ്റ് വന്നതോടുകൂടി ഒന്ന് ദൂരം ഇല്ലാതെയായി. ഏത് കാലത്തിൻ്റെ ദൂരവും ഇല്ലാതെയായി, സ്ഥലത്തിൻ്റെ ദൂരവും രണ്ടും ഇല്ലാതെയായി. ടൈമും സ്പേസും രണ്ടും. ഇപ്പോൾ നമുക്ക് നമ്മുടെ മുറിയിലിരുന്നുകൊണ്ട് ഒരു ദീർഘകാലത്തിന് അപ്പുറത്തുള്ളൊരു കാര്യവും കാണാം, അന്റാർട്ടിക്കയും നമുക്ക് കാണാൻ പറ്റുന്നു. നമ്മുടെ ഉള്ളം കയ്യിൽ കിട്ടേണ്. മുമ്പ് അന്റാർട്ടിക്ക കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോകണം, നമുക്ക് കാണാൻ പറ്റില്ല. ഇതങ്ങനെയല്ല. അന്റാർട്ടിക്ക നമ്മൾ ലൈവ് കാണേണ്. അന്റാർട്ടിക്ക ലൈവ് കാണുന്നത് വർഷങ്ങൾക്ക് മുൻപുള്ള അന്റാർട്ടിക്ക ആയിരിക്കും. അപ്പോൾ സ്ഥലവും കാലവും ചുരുങ്ങി നമ്മുടെ കയ്യിൽ. കാലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് യുവാൽ നോവ ഹരാരി, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക് ഇതാണല്ലോ, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ് എഴുതി ആദ്യം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുതുന്നത് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഫ്യൂച്ചറാണ്. മൂന്നാമത്തെ പുസ്തകം എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റാണ്. എന്ന് വെച്ചാൽ 21 ലെസൺസ് ഫോർ ദ 21st സെഞ്ചുറി എന്നാണ് പുസ്തകത്തിന്. അതെ, അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ അങ്ങോട്ട് പോകുന്ന ഇതിനകത്തേക്ക് ഇങ്ങനെ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ബേസിക് തിയറിയാണ് സാർ പറയുന്നത്. അതെ, ഇതിനകത്തേക്ക് ചുരുങ്ങി വരെയാണ്. അതോടുകൂടി എന്ത് പറ്റിയെന്ന് വെച്ചാൽ രഹസ്യങ്ങളില്ലാത്ത ഒരു ലോകത്തിലേക്കാണ് പോകുന്നത്. കറക്റ്റാണ്. ട്രാൻസ്പെറൻസി നമ്മൾ ആഗ്രഹിക്കാതെ വരെയാണ്. യേശുദേവൻ സത്യവേദ ബൈബിളിൽ പറഞ്ഞ കാര്യം വസ്തുതയായിട്ട് തീരുന്നത് ഇപ്പോഴാണ്. അർദ്ധരാത്രി ആരും അറിയാതെ ചെയ്യുന്നത് അടുത്ത പ്രഭാതത്തിൽ പുറപ്പുറത്ത് നിന്ന് കൂവപ്പെടും. ഒരു കള്ളൻ, ഇപ്പോൾ 2 കുറുവന്മാർ, കുറുവ അവർ കക്കാൻ പോകുന്ന കാര്യവും നമ്മൾ അടുത്ത ദിവസം ടി വിയിൽ കാണുകയാണ്. മുൻപ് നമുക്കിത് ചിന്തിക്കാനേ സാധിക്കുമായിരുന്നില്ല. രഹസ്യങ്ങളില്ലാത്തൊരു പ്രപഞ്ചം, രഹസ്യങ്ങളില്ല, ട്രാൻസ്പെറൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അത് മാത്രവുമല്ല, ഈ ഇടപെടലുകൾ അഥവാ ഇൻ്റർഫിയറൻസ്. മുൻപ് ചരിത്രത്തിൽ ഇടപെടാനും സംഭവങ്ങളിൽ ഇടപെടാനും ഒക്കെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. അത് മാറി. ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി അതുപയോഗിച്ചുകൊണ്ട് ലോകത്തിൽ ആർക്കും ഏത് വിഷയത്തെക്കുറിച്ചും എങ്ങനെ വേണമെങ്കിലും അഭിപ്രായം പറയാം എന്നൊരവസ്ഥ വന്നു. മാത്രമല്ല സാർ, ഒരു മിനിറ്റ് അതിൽ ചേർക്കും. ബിൽഗേറ്റ്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ സാർ ഇതിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എനിക്ക് ഓരോന്ന് ഓർമ്മ വരും. ബിൽഗേറ്റ്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, വിഖ്യാതമായ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ഇരുട്ടറയിൽ നിന്ന് ലാപ്ടോപ്പിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നിങ്ങൾ ഒറ്റക്കാണെന്നാണ്. അല്ല, ലോകം മുഴുവൻ അത് കാണുന്നുണ്ട്. യെസ്, ലോകം മുഴുവൻ അത് കാണുന്നുണ്ട്. കറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് ഇനി ഈ മതസംഘടനകൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സാമൂഹിക സംഘടനകൾക്കും ഒക്കെ പ്രശ്നം വരുന്നത് ഇവിടെയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മതമാണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും മറ്റെന്തായെങ്കിലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പ്ലേസ് ചെയ്യപ്പെടണം.
അതിന് സ്വീകാര്യത കിട്ടണം. അപ്പോൾ ഇതിന് മുൻപ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, സാറിന് മാഷ്ക്ക് മനസ്സിലാവുന്നൊരു ഉദാഹരണം പറയാം. മുൻപ് ഈ പ്രിൻ്റ് മീഡിയ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ പ്രിൻ്റ് മീഡിയയിൽ വായിക്കുകയാണ്. അന്ന് പ്രിൻ്റ് മീഡിയ മാത്രമേ ഉള്ളൂ. ആൻ്റണി വികാരം കൊണ്ടു വായിച്ചിട്ടുണ്ടല്ലോ സ്റ്റേറ്റ്മെൻറ്റ്. പല സന്ദർഭങ്ങളിലും രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് ആൻ്റണി വികാരം കൊണ്ടു എന്ന് പറഞ്ഞ് വെക്കുകയാണ്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ആൻ്റണി എങ്ങനെയാണ് വികാരം കൊണ്ടത് എന്ന് കാണണം, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എഴുതിപ്പിടിപ്പിച്ച് കൊടുക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് കാഴ്ചയിലേക്ക് എത്തുമ്പോൾ ദൂരം കുറഞ്ഞു എന്ന് മാത്രമല്ല, അവൻ്റെ അസസ്മെൻ്റ് വരെയാണ്. നിങ്ങൾ ക്യാമറ ഏത് ആംഗിളിൽ തിരിച്ചു വെച്ചാലും ആ ആംഗിളിൽ കാണുന്നവൻ അവൻ്റെ അസസ്മെൻ്റ് ഉണ്ടാക്കിയാണ്. ആൻ്റണിയുടെ കണ്ണിൽ നോക്കി നമ്മൾ നിലപാടെടുക്കും. ഇതെന്ത് ആൻ്റണി എന്ത് വികാരം കൊണ്ടുവന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു കാലം വരെയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇനി രഹസ്യം സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. ഒന്നത്. രണ്ട്, വിമർശനങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. രാഷ്ട്രീയക്കാർ ഇത് രണ്ടും അംഗീകരിക്കും. ഒരു കൊസ്രാക്കൊള്ളി ചോദ്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇനിയുള്ള കാലത്ത് പൊതുജീവിതവും സ്വകാര്യ ജീവിതവും എന്ന് പറഞ്ഞ് രണ്ടുണ്ടാകാൻ വലിയ പ്രയാസമാണ്. അല്ലെങ്കിൽ തന്നെ ആ പൊതുജീവിതത്തിൽ ഒന്ന്, സ്വകാര്യ ജീവിതം വേറൊന്ന് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ ഏറ്റവും ശക്തമായി എതിർത്തിട്ടുള്ളത് മഹാത്മാഗാന്ധിയാണ്. അങ്ങനെ ഇല്ലയെന്നാണ് ഗാന്ധി പറഞ്ഞേക്കുന്നത്. അതൊരു തരം ഹിപ്പോക്രസിയാണല്ലോ. എന്ത്, പൊതുജീവിതത്തിൽ ഞാൻ മാന്യൻ ജനാധിപത്യവാദി, സ്വകാര്യ ജീവിതത്തിൽ ഞാൻ പരമകള്ളൻ. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ബേസിക്കായിട്ട് കള്ളനാണെങ്കിൽ കള്ളനായിരിക്കുള്ളൂ. അല്ലാണ്ട് പൊതുജീവിതത്തിൽ മാന്യൻ, സ്വകാര്യ ജീവിതത്തിൽ കള്ളൻ, നേരെ തിരിച്ചും വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇനി വരില്ല. ഇനി രാഷ്ട്രീയക്കാർ ഇതിനോട് ട്യൂൺഡാണ്. ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയാൽ അതിനോട് എന്താ പറയേണ്ടത്, ഈ ഒരുതരം നിസ്സംഗതയല്ല, അതിനോട് ഏറ്റവും കൂടുതൽ നിർമ്മമത്വം പുലർത്തിക്കൊണ്ട് അനുവദിക്കുന്ന ജനവിഭാഗം ഇന്നും രാഷ്ട്രീയക്കാരാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയക്കാരനെയും വിമർശിക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് നരേന്ദ്രമോദിയാണ്. എനിക്ക് തോന്നുന്നു അവർക്കാണ് ഏറ്റവും കൂടുതൽ സഹിഷ്ണുത ഉള്ളതെന്ന്. ഏറ്റവും കൂടുതൽ സഹിഷ്ണുത രാഷ്ട്രീയക്കാർക്കാണ്. നമ്മുടെ കലാകാരന്മാരെക്കാൾ കലാകാരന്മാർക്കും എഴുത്തുകാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും സഹിഷ്ണുതയേയില്ല. അവരെല്ലാവരെയും വിമർശിക്കും, അവരാരും വിമർശിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. പക്ഷേ ഇത് മതത്തിനാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. ഒരു ഉദാഹരണം കൊടുക്കുക. എല്ലാ മതങ്ങൾക്കും വരുന്നുണ്ട്, പക്ഷെ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന മതങ്ങളിലൊന്ന് ഇസ്ലാമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് ഒരു പഴയ രീതിയിലുള്ള ഒരു ഇസ്ലാം മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ മനുഷ്യരെ ഒതുക്കി നിർത്താൻ സാധ്യമല്ല. തീർച്ചയായിട്ടും സാധ്യമല്ല. അങ്ങനെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നതാണ് തെറ്റ്. അങ്ങനെ നിർത്തണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കില്ല. കാരണം ഈ പുതിയ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഓപ്പൺ സൊസൈറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓപ്പൺ സൊസൈറ്റിയിൽ വിത്ത് ദ റൈറ്റ് ടു ഡിസെൻറ്റ്, വിയോജിക്കാനുള്ള അവകാശങ്ങൾ അനുവദിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ, അത് നിങ്ങളുടെ ഔദാര്യമല്ല, ആളുകൾ എടുക്കുന്നതാണ്. ആ സ്വാതന്ത്ര്യം എടുക്കുന്ന സമൂഹത്തിൽ സ്വീകാര്യമായ രീതിയിൽ മതത്തെ പ്ലേസ് ചെയ്യാനുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ ദൈവത്തെ ചോദ്യം ചെയ്യാൻ കൂടി അനുവദിക്കുന്ന ഒരു ഇസ്ലാമിനല്ലാതെ ഇനി നിലനിന്ന് പോകാൻ പറ്റില്ല. ദൈവത്തെ ചോദ്യം ചെയ്യും. എക്സ്പ്ലോസീവായ അഭിപ്രായമാണ്. അതെ, ദൈവത്തെ ചോദ്യം ചെയ്താലും ദൈവത്തിന് കുഴപ്പമില്ല. ഇല്ല, ദൈവം ചോദ്യം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദൈവം ടു എക്സ്പീരിയൻസ് ടു റീഡ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നാണ്. എന്തും വായിച്ചോന്നാ അല്ലല്ല, അവിടെ റീഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അനുഭവിക്കുക എന്നുള്ളതാണ്. എന്തിനാ അനുഭവിക്കുക? ഈ പ്രപഞ്ചത്തെ നീ ദൈവനാമത്തിൽ അനുഭവിക്കുക എന്നാണ് പറഞ്ഞേക്കണം ജിബ്രീലിനോട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ ദൈവനാമത്തിൽ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൽ എന്നെ മാത്രം അനുഭവിച്ചാൽ മതി എന്നില്ലല്ലോ. ഇല്ല, പ്രപഞ്ചം മുഴുവൻ തൂണും തുരുമ്പും ഒക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സങ്കല്പത്തിലേക്ക് ഇത് വളർത്തിയില്ലാതെ ദൈവത്തെ ഒന്നും പറയാൻ പാടില്ല. ദൈവത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഹു ആർ യു ടു പണിഷ് മീ ഇഫ് ഐ ക്രിട്ടിസൈസ് ഗോഡ് എന്ന് ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ചോദ്യം വരെയാണ്. ഇസ്ലാമിൻ്റെ അനുയായികളും ഭക്തന്മാരും ഒക്കെ ഇത് ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരായി വളർന്നു. അവരാഗ്രഹിക്കാതെ തന്നെ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. കാലം അവരെ മാറ്റി. കാലവും നമ്മുടെ കാലത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളും.
ആ മാറ്റം ഉൾക്കൊള്ളാത്തത് നമ്മുടെ മതസ്ഥാപനങ്ങളും മതസംഘടനകളുമാണ് എന്ന് ഒരു വളരെ സഹതാപത്തോടെ അനുതാപത്തോടെ നമുക്ക് എപ്പോഴും അല്ല ഇസ്ലാമിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ സാറിന് തോന്നിയിട്ടുണ്ടോ? പിന്നെ അവരാണ് മാറാൻ ഏറ്റവും വിസമ്മതിക്കുന്നവർ. പൗരോഹിത്യമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ വായിച്ച് മനസ്സിലാക്കിയെടുത്തോളം ഖുറാനിൽ എവിടെയാണ് പുരോഹിതൻ്റെ സ്ഥാനം? ഒരു ചോദ്യം ചോദിക്കട്ടെ, എവിടെയാണുള്ളത്? പുരോഹിതന് റോളുമില്ല, ഒരു റോളുമില്ല, എവിടെയോ വെച്ച് കയറി കൂടിയത്. അല്ല, ഇറ്റ് ഈസ് എ ഡയറക്റ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ മാൻ ആൻഡ് ഗോഡ്. ദൈവവും ഞാനും തമ്മിലുള്ള ഒരു നേർബന്ധമാണ് അതിൻ്റെ തിയോളജി പറയുന്നത്. അതിനിടക്ക് എൻ്റെ കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ഒരു പുരോഹിതന് എങ്ങും റോളില്ല. അവൻ ദൈവവുമാകേണ്ടതില്ല. പക്ഷേ ഈ ഇത്ര പ്രകടമായി പൗരോഹിത്യത്തെ നിരാകരിച്ചിരിക്കുന്ന ഒരു മതത്തിൽ പൗരോഹിത്യ ആധിപത്യം നേടിയത് ഈ വിമർശനത്തെ മൂടി വെപ്പിച്ചുകൊണ്ടും അതിനെ അടിച്ചമർത്തിക്കൊണ്ടുമാണ്. അതിനി നടക്കില്ല. തീർച്ചയായിട്ടും ഇസ്ലാമിൻ്റെ ശാപം ഈ പൗരോഹിത്യമാണ്. എല്ലാ മതത്തിനും ഈ പൗരോഹിത്യ ശാപമാണ്, ഒരു മതത്തിനെന്നല്ല, എല്ലാ മതങ്ങൾക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഫ്രഞ്ച് വിപ്ലവം നടന്ന സമയത്ത് ആദ്യം വെട്ടിക്കൊന്നത് ആരെയാണ്? കത്തോലിക്ക പുരോഹിതരായിരുന്നു. തുടക്കത്തിൽ 1789 ഫ്രഞ്ച് വിപ്ലവത്തിൽ. മാഷ്കറിയാലോ ഫ്രഞ്ച് വിപ്ലവത്തിൽ എന്താ കാരണം? അത്ര ക്രൂരമായിട്ടാണ് ഇവർ പെരുമാറിയത്. ഈ മതത്തിന് അധികാരവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ എന്താകും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കാര്യം കൂടി സാർ, മാർസ് ഭരണകൂടത്തെക്കാൾ വലിയ ശത്രുവായിട്ട് മതത്തെ കണ്ടതുകൊണ്ടും അന്നത്തെ യൂറോപ്പിലെ മതമാണ്. യൂറോപ്പിലെ മതത്തെ അങ്ങനെ കാണാൻ കഴിയുള്ളൂ. കാരണം അത്ര ക്രൂരമായിരുന്നു അവരുടെ ജീവിതം. അതിപ്പോൾ ഡോസ്റ്റോവസ്കിയുടെ ലെജൻഡ് ഓഫ് എ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ എന്ന് പറയുന്ന ഒരു കഥ, ഈ ഇൻ്റലക്ച്വൽ ഐവാൻ, കരമസോവ് സഹോദരന്മാരിൽ രണ്ടാമൻ, യുക്തിവാദിയാണ്, ഭയങ്കര ബുദ്ധിജീവിയാണ്, അയാൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ ആ കഥ വളരെ മനോഹരമാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സ്മാർത്ഥ വിചാരം പോലത്തെ ഇതുണ്ടല്ലോ, ആ വിചാരം ചെയ്യാൻ അധികാരപ്പെട്ട മറ്റേ കർദിനാള് സിംഹാസനപ്പള്ളിയുടെ മട്ടുപ്പാവിൽ നിൽക്കുകയാണ്. മട്ടുപ്പാവിൽ നിൽക്കുമ്പോഴാണ് ഒരാൾ വരുന്നത്, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട്, കുട്ടികളോട് സല്ലപിച്ചുകൊണ്ട്, പാപികൾക്ക് മാപ്പ് കൊടുത്തുകൊണ്ട്, അങ്ങനെ ഒരാൾ വരെയാണ്. അയാൾ ഈ പള്ളിയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കർദിനാൾ കൽപ്പിച്ചു അവനെ പിടിച്ച് ജയിലിലിടാൻ പറഞ്ഞു. അങ്ങനെ പിടിച്ച് ജയിലിലിടുകയാണ്. ജയിലിലിട്ട് കഴിഞ്ഞിട്ട് രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ ഒരു പന്തവും എടുത്തുകൊണ്ട് ജയിലിലേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് പറഞ്ഞ്, നിന്നെ കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി നീയാണെന്ന്. നിൻ്റെ പുറകെ വന്ന ജനം ഞാൻ ഒന്ന് കൈ ഞൊടിച്ചു കഴിഞ്ഞാൽ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലും. നീ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത്, ഞാൻ അവർക്ക് അപ്പം കൊടുത്ത് സ്വാതന്ത്ര്യം തിരിച്ചു വാങ്ങിച്ചു. ഗംഭീരമാണ് മെറ്റഫർ. നീ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത്, ഞാൻ അവർക്ക് അപ്പം കൊടുത്ത് ആ സ്വാതന്ത്ര്യം തിരിച്ചു വാങ്ങിച്ചു. അവരിപ്പം ഞാൻ പറയുന്നതേ കേൾക്കൂ. നീ ആയതുകൊണ്ട് ഞാൻ നിനക്ക് ഒരു ഔദാര്യം തരാം. ഈ രാത്രി ആരും അറിയാതെ ഈ തടവറയിൽ നിന്ന് നീ രക്ഷപ്പെട്ടു പോയിക്കോളാൻ. അപ്പം വേണോ? അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് മുഴുവിപ്പിക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ല. കാരണം ഇയാൾക്ക് യേശുദേവൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് കിട്ടുന്നില്ല. അത് അല്ലോഷ്യ എന്ന് പറഞ്ഞ അനിയനോട് ചോദിക്കുകയാണ്, എന്തായിരിക്കും നിൻ്റെ യേശു അപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക എന്ന്. അപ്പോൾ ഈ രീതിയിൽ മതം ദുഷിക്കുന്നതിൻ്റെ ഒരു ചിത്രം നമുക്കതിനകത്ത് കാണാൻ കഴിയും. തീർച്ചയായും പൗരോഹിത്യം വന്ന് മതം ദുഷിക്കുന്നു. ആ പൗരോഹിത്യം ഇല്ലാതെയാകുന്ന ഒരവസ്ഥയിലേക്ക് പോകേണ്ടി വരും. അത് അവർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് നല്ലത്. തീർച്ചയായിട്ടും. നന്ദി സാർ.